ചില സമയത്ത് ചില ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അവന് മെച്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ അവന് സെൽഫ് റെസ്പെക്ട് ഇല്ല. മെയിൻ ആയിട്ട് ഞാനിത് ബോയ്സിന്റെ കാര്യത്തിലാണ് കേൾക്കാറുള്ളത്. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ലോകത്ത് എല്ലാവർക്കും സെൽഫ് റെസ്പെക്ട് ഉണ്ട്. പിന്നെ ഈ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം അത് ഒരാളെയും പ്രൂവ് ചെയ്യേണ്ടതല്ല. അല്ലെങ്കിൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ഒരാളെയും തെളിയിക്കേണ്ടതുമല്ല. അതായത് ഒരാൾ ഫുഡ് കഴിക്കുന്നുണ്ടോ അയാൾക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട്, അല്ലെങ്കിൽ അയാൾ സ്വന്തം കാര്യം നോക്കുന്നുണ്ടോ അയാൾക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട്. അതായത് നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നതിനാണല്ലോ ഈ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ ബോയ്സിനും മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അതുപോലെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ഗേൾസിനും മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. പക്ഷെ അയാൾ അത് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ലെങ്കിൽ അതിന്റെ മീനിങ് അയാൾക്ക് മെച്യൂരിറ്റി ഇല്ല എന്നല്ല. അല്ലെങ്കിൽ അയാൾ സ്വന്തം കാര്യം മറന്ന് നിങ്ങൾ ഓവറായിട്ട് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ല എന്നല്ല. അതായത് ഒരു ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കംഫർട്ടായ സ്ഥലത്താണ് അവർ ചൈൽഡിഷ് ആവും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അവർക്ക് അത്രയും വലിയ ആരൊക്കെയോ ആണ്. പിന്നെ നിങ്ങളിപ്പോൾ എത്രയൊക്കെ അവഗണിച്ചു എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അപമാനിച്ചു എന്ന് പറഞ്ഞാലും അതൊന്നും മനസ്സിലാവാത്തോടെ നിങ്ങൾ പുറകെ വരുന്നത് അത് അവർക്ക് മനസ്സിലാവാത്തോണ്ടൊന്നും അല്ല കേട്ടോ. ആ ഒരു വാക്ക് അവരെ എത്ര വേദനിപ്പിച്ചു എന്നതിലും അവർക്ക് ഇമ്പോർട്ടന്റ് നിങ്ങളുടെ ഹാപ്പിനെസ് തന്നെയാണ്. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ അവർക്ക് ആരായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ ഫോളോ ചെയ്യാത്ത ആരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നുള്ളൂ, പക്ഷെ ആരും ഫോളോ ചെയ്യാറില്ല. സോ നിങ്ങളൊക്കെ ഫോളോ ചെയ്താലാണ് നമ്മൾ എവിടെയൊക്കെ എത്തും.